ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ അനന്തു വ്ളോഗ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എഡിറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞുതരാൻ പോണത്. അപ്പം ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എഡിറ്റിങ് നമുക്ക് എന്തായാലും പഠിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇൻഷോട്ട് നല്ലൊരു കിടിലനൊരു എഡിറ്റിങ് ആപ്പ് തന്നെയാണ്. എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ഇൻഷോട്ടാണ്. ഇൻഷോട്ട് കൊള്ളാവുന്നൊരു ആപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഇൻഷോട്ട്. ഇതിൽ എഡിറ്റ് ചെയ്യാൻ നല്ല സുഖമാണ്. ജസ്റ്റ് ഇവിടെ വീഡിയോ, ഫോട്ടോ ആണ്, രണ്ട് ഓപ്ഷൻസാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കൊളാഷ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ആണെങ്കിൽ ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. വീഡിയോ എടുത്തിട്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത വീഡിയോസാണ്. ഇപ്പം ഈ വീഡിയോസ് ഇനി വേണ്ട, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമുക്കിവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഓപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരും. ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തല്ല ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഒരു 2-3 വട്ടം ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിന് ശേഷം നമുക്കിതേ ഇവിടെ ഓൾറെഡി കുറച്ച് ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അല്ലാണ്ട് ഓൾറെഡി ഉള്ള കേട്ടോ. ഞാൻ ഐസിന് നമുക്ക് വേണ്ടിയത് ഇതിൽ നമുക്ക് നോക്കാം ഏതപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഞാൻ ഏതാണെന്ന് ഇപ്പം നോക്കുകയാണെങ്കിൽ, ഞാനിപ്പം ഈ ഒരു വീഡിയോ, അതായത് ഇത് വീഡിയോ ആയിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ. ഒരു ഇച്ചിരി സമയമൊക്കെ ഉള്ളു ഈ വീഡിയോ. അപ്പോൾ എന്നാലും നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് അനുസരിച്ച്. ഇനി 2-3 ഇൻസ്റ്റാഗ്രാംസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ സൈസാണ് യൂട്യൂബിൻ്റെ സൈസ്, അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്കിൻ്റെ സൈസാണ് ടിക്ടോക്കിൻ്റെ. പിന്നെ പല സൈസൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നോർമൽ കൊടുക്കാം. അധികം സൈസൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പം നോർമൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സൈസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. യൂട്യൂബിനനുസരിച്ചാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ഒരു സൈസിനനുസരിച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നുള്ളത് ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഈ ഗാലറിയിലൊക്കെ ഉള്ള ഗാലറിയിലല്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത എന്താ പറയുക സോങ്സൊക്കെ നമുക്ക് ഇതിൽ വെക്കട്ടെ. ഞാനിവിടെ റെക്കോർഡ് ചെയ്ത കുറേ ഇതുണ്ട്. ഞാൻ ഒരെണ്ണം കേൾപ്പിച്ചു തരാം. പ്ലസ് ഓപ്ഷൻ കൊടുക്കാൻ. അതിന് മുമ്പ് നമുക്കിവിടെ ഈ ഒരു വോയിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് വെക്കണേ. ഓക്കെ, നമുക്ക് വേണ്ടി ഭാഗം എടുക്കാം. ഓക്കെ, ഇത്ര ഭാഗം മതി. നമുക്ക് കിട്ടുക. പിന്നത്തെ ഇമോജി നമുക്ക് പ്ലസ് ആകാം. ഇമോജീസൊക്കെ വെക്കാമല്ലോ. പിന്നെ ഇമോജീസ് വെക്കാം. ഞാൻ ഈ ഒരു ഇമോജി ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ വെക്കണ്ടേ. ഓക്കെ, അത് കൊടുക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇമോജി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വല്ലതും എഴുതുകയൊക്കെ വേണം ചെയ്യാമല്ലോ. അതിനാണ് നമുക്ക് എന്തെങ്കിലും എഴുതിയൊക്കെ ഇടാം. ഞാനിപ്പോൾ അധികം അങ്ങനെ ടൈപ്പിംഗ് ഒന്നുമില്ല കേട്ടോ. അപ്പം അതിനെ കൊണ്ട് ടൈപ്പിംഗ് എനിക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ വിടുക. നമുക്ക് പിന്നത്തെ ഓപ്ഷൻ ഇതാണ്. ഇതിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഇതിലാക്കാം കേട്ടോ. ഞാനിവിടെ ഇതാണ് ആക്കുന്നത്. ഓക്കെ, അതിനുശേഷം എഡിറ്റാണ്, ഇത് തന്നെ എഡിറ്റാണ്. പിന്നെയുള്ള ഓപ്ഷനും എഡിറ്റാലൊരിതാണ്. അതും ഇത് തന്നെയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഓപ്ഷൻ ഇതാണ്. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലസ് ആക്കണോ എന്നുള്ളതാണ്. അത് വേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കട്ടാണ്. നമുക്കിപ്പം വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യണം. എനിക്കിപ്പം ഫുൾ ഭാഗം വേണം. അത്രയും ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെയും ഇത് നമുക്ക്
പിന്നുള്ള ഓപ്ഷനാണ് ഈ വോയിസ്. ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് വെച്ചില്ലായിരുന്നു. ഇത് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കാൻ പറ്റും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കാം കേട്ടോ. നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി കൂടി കളർഫുള്ളാക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ്. തീമാവ് വേണ്ട നമുക്ക്. ഇതല്ലാണ്ട് ഇതിൻ്റെ തീമാണ്. നമുക്ക് ഇതൊക്കെ ഡൗൺലോഡ് തീംസാണ് കേട്ടോ. നമുക്ക് ഇത് മതി. ഇത് ഞാൻ ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ്. ഇത് നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു, അറിയില്ല നമുക്ക്. അത് വേണ്ട. പിന്നുള്ള ഇതാണ്. ഇതിൽ നമുക്ക് കുറച്ച് എഫക്ട്സ് ആണ് കിട്ടുന്നത്. എഫക്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു എഫക്റ്റ് കൊള്ളാല്ലേ. ഇതെങ്ങനത്തെയാണ്? എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴൊക്കെ നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് ഏകദേശമൊക്കെ ഒന്ന് കഴിയാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇതൊക്കെ വേണേൽ പോക്കാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ അധികമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ഇത് കുറച്ച് ഫ്രീസാക്കാനാണ്. ഇത് വേണമെന്നില്ല. ഇത് നോട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണും. ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വേണ്ട. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിൽക്കിയാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പേജിലേക്ക് വരും. ഒരു 2-3 പരസ്യമൊക്കെ കാണേണ്ട ആവശ്യമുണ്ട്. പരസ്യം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പോക്കുക, ഒന്ന് പോയിക്കാളുക. ഇൻട്രസ്റ്റിൻ്റെ ആണെന്ന്. അപ്പം ഇവിടെ നമ്മളെ ഈ ഒരു എഡിറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. അപ്പം നമുക്ക് അത് സെറ്റായി ഉണ്ടാവും. പിന്നെ ഈ ഒരു വീഡിയോക്ക് തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പിന്നെ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഹോം പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോം പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ എന്തായാലും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.